മധുരയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ സർവേ നടത്താനുള്ള ഹൈക്കോടതി വിധിക്ക് സ്റ്റേ നൽകാനാകില്ലെന്ന് സുപ്രീം കോടതി. കോടതി നിയോഗിക്കുന്ന കമ്മീഷന്റെ മേൽനോട്ടത്തിൽ സർവേ നടത്താൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വിവരങ്ങൾ. രജനി, മധുരയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിൽ ക്ഷേത്ര സമുച്ചയത്തിലെ ഷാഹി ഈദ്ഗാഹിൽ സർവേക്ക് അനുമതി നൽകിയ ഹൈക്കോടതി വിധി സ്റ്റേ നൽകാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിൽ നിർണായകമായ ഉത്തരവ് പുറത്തു വന്നത്. അതായത് കോടതി നിയോഗിക്കുന്ന അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ ഈ കൃഷ്ണ ജന്മഭൂമിയിൽ സർവേ നടത്താം എന്നുള്ളതായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയും അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ നൽകാനാകില്ല എന്നും മധുരയിൽ സർവേ നടത്താം എന്നുള്ളതുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും വിധി വന്നിട്ടുള്ളത്. ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ മസ്ജിദ് നിർമ്മിച്ചതെന്നും അയോധ്യയ്ക്കും കാശിക്കും സമാനമായി വിശദമായ സർവേ മധുരയിലും നടത്തണമെന്നും ഹിന്ദു വിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ വാദം അംഗീകരിച്ചുകൊണ്ട് നേരത്തെ മധുര ഡിവിഷൻ കോടതിയും ഇന്നലെ അലഹബാദ് ഹൈക്കോടതിയും സർവേക്ക് അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിട്ടു. തുടർന്ന് മസ്ജിദ് കമ്മിറ്റി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതിയും അലഹബാദ് ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് മധുരയിൽ സർവേ നടത്താം എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ 13 ഏക്കറിലധികമുള്ള മധുരയിലെ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് മസ്ജിദ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള 12 ഹർജികളും കോടതിക്ക് പരിഗണനയിലുണ്ട്. ആ പ്രധാനപ്പെട്ട ഹർജികളിൽ ഈ സർവേയുടെ റിപ്പോർട്ട് ഏറെ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെയും അയോധ്യ കേസിൽ നമുക്ക് കോടതിക്ക് മുൻപിലേക്ക് വന്നിട്ടുള്ള കാര്യം പരിചിതമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിശദമായ സർവേ റിപ്പോർട്ട് അയോധ്യയിൽ വ്യക്തമാക്കിയിരുന്നത് അവിടെ ഒരു ക്ഷേത്ര നിർമ്മിതിക്ക് മുകളിലാണ് നിലവിലുള്ള മന്ദിരം നിർമ്മിച്ചത് എന്നുള്ളൊരു വ്യക്തമായ റിപ്പോർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് അയോധ്യ കേസിൽ ഏറെ നിർണായകമായിരുന്നു. അതിനുശേഷം വാരണാസിയിൽ ജ്ഞാൻവാപിയിൽ അവിടെ കോടതി നിയോഗിച്ച സമിതി നടത്തിയ വീഡിയോ പകർത്തിക്കൊണ്ട് ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് നടത്തിയ സർവേയിൽ മസ്ജിദിനകത്ത് നിന്ന് ജ്ഞാൻവാപിയിൽ ശിവലിംഗവും ഒപ്പം ഹൈന്ദവ ആരാധനാ ബിംബങ്ങൾ കൊത്തിയ തൂണുകളുമെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ മധുരയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലും സർവേ നടത്തുന്നതിനായി നിയമപരമായി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവിട്ടിട്ടുള്ളത്. അവിടെയും ആ മന്ദിരം തകർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിർമ്മിതി മസ്ജിദ് നിർമ്മിതി ഉണ്ടായിരുന്നു. അവിടങ്ങളിൽ പൂർണ്ണമായും ഹൈന്ദവ ആരാധനയ്ക്കായി വിട്ടു നൽകണം എന്നുള്ളത് അവിടെയാണ് ജിഷ്ണു വർഷങ്ങളായുള്ള ഒരു പോരാട്ടം, ഹൈന്ദവരുടെ പോരാട്ടം. അതിനായിരുന്നു ഇന്നലെ ഈ അലഹബാദ് ഹൈക്കോടതി ഈ മസ്ജിദിൽ സർവേ നടത്താം എന്നുള്ളൊരു അനുമതി നൽകിയതിൽ നമ്മൾ കണ്ടത്. അതിനെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ അയോധ്യയിലായിക്കോട്ടെ ജ്ഞാൻവാപിയിലായിക്കോട്ടെ അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ നൽകാനാകില്ല എന്ന് പറയുമ്പോഴും അത് ഹൈന്ദവരുടെ വലിയ പൂർണ്ണമായ ഒരു വിജയം തന്നെയല്ലേ? രജനി, ഈ കേസിൽ ഇനി ഈ ഒരു സർവേ നടപടികൾ പൂർത്തിയാക്കി അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും തുടർന്ന് പ്രധാനപ്പെട്ട ഹർജി പരിഗണിക്കാനുമുണ്ട്. തീർച്ചയായും ഹൈന്ദവ വിഭാഗം കഴിഞ്ഞ കാലങ്ങളായി ഏറെക്കാലമായി മുൻപോട്ട് വെക്കുന്ന ആവശ്യങ്ങളാണ് ഇപ്പോൾ അയോധ്യയിലാണെങ്കിലും രജനി ചൂണ്ടിക്കാട്ടിയതുപോലെ അയോധ്യയിലും കാശിയിലും മധുരയിലും അവിടെ ഹൈന്ദവരുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളാണ്. അവിടങ്ങളിൽ ഈ ക്ഷേത്രം തകർത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മസ്ജിദുകളും മറ്റു നിർമ്മിതികളും നീക്കം ചെയ്തുകൊണ്ട് പൂർണ്ണമായും ഹൈന്ദവ ആരാധനയ്ക്ക് വിട്ടു നൽകും. രാജ്യത്ത് അത്തരത്തിൽ നിരവധി നിർമ്മിതികൾ ക്ഷേത്രം തകർത്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ 3 കേന്ദ്രങ്ങളും ഹൈന്ദവ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളാണെന്നും അവിടെ പൂർണ്ണമായും ഹൈന്ദവ ആരാധനയ്ക്ക് വിട്ടു നൽകണം എന്നുള്ളതും കാലങ്ങളായി ഹൈന്ദവ വിഭാഗത്തിന്റെ ആവശ്യമാണ്. അത് കോടതി മുറിക്കുള്ളിലേക്ക് ഈ പോരാട്ടങ്ങൾ നീണ്ടിട്ട് തന്നെ കാലങ്ങളേറെയായി. അയോധ്യ കേസിൽ പരമോന്നത നീതിപീഠത്തിന്റെ ഭാഗത്തുനിന്ന് തീർപ്പ് കൽപ്പിക്കുകയും അവിടെ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുകയും അതിന്റെ പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ചടങ്ങിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ മധുരയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ ഇത്തരത്തിലൊരു പോരാട്ടം ഹൈന്ദവ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമാക്കുന്നത്. അതിന് അനുകൂലമായ ഒരു വിധിയാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അലഹബാദ് ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണ ജന്മഭൂമിയിലെ നിർമ്മിതിക്കുള്ളിൽ വിശദമായ സർവേ നടക്കട്ടെ എന്നുള്ളതാണ് കോടതിയുടെ തീരുമാനം. രജനി, ശരി. മധുരയിൽ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ സർവേ നടത്താനുള്ള ഹൈക്കോടതി വിധിക്ക് സ്റ്റേ നൽകാനാകില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി നിയോഗിക്കുന്ന കമ്മീഷന്റെ മേൽനോട്ടത്തിൽ സർവേ നടത്താനും അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.